ഇതിൽ നിങ്ങളൊരർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്കൊന്നും ഇതിരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം മാത്രമാണ് അസംബ്ലി ഇവിടെ ചേർന്നത്. അതായത് നിയമസഭയുടെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായി ഒരു ദിവസം ഇവിടെ ചേർന്നപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. ഇത് EMSഉം പട്ടംതാണുപിള്ളയും ശങ്കറും PKVയും കരുണാകരനും ഇങ്ങനെ നയനാരും അടക്കം CHും അടക്കം പ്രഗത്ഭന്മാരായ ആളുകൾ ഇരുന്ന അസംബ്ലിയാണ്. ഈ അസംബ്ലിയിൽ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി നിങ്ങൾ കരുതിയാൽ മതി. ഈ അസംബ്ലിയും ഞങ്ങളുടെ അസംബ്ലിയും തമ്മിലുള്ള വ്യത്യാസമൊന്നുണ്ട്. 98-ലാണ് ഇവിടെ നിന്നും പുതിയ അസംബ്ലി മന്ദിരത്തിലേക്ക് ഞങ്ങൾ മാറിയത്. 98-ലൊന്നും ഞാൻ കുട്ടിയാണ്. അന്ന് ഞങ്ങൾക്കൊന്നും ഇവിടെ നിയമസഭ കാണാൻ പോലും സാധിച്ചിരുന്നില്ല. ഞാനന്ന് സ്കൂളിൽ പഠിക്കാൻ ഇങ്ങോട്ട് എത്തിയിട്ടേ ഇല്ല. അസംബ്ലി കേൾക്കുക എന്നല്ലാതെ അസംബ്ലി എവിടെയാണെന്ന് പോലും എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അസംബ്ലിക്കകത്ത് നിങ്ങൾ വരാൻ സാധിച്ചത് നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുക. കേരളത്തിലും ആദ്യത്തെ നിയമസഭ എന്നുള്ള രീതിയിൽ ഇവിടെയാണ് നമ്മുടെ പ്രഗത്ഭമതികൾ കേരളത്തിന് വേണ്ടി സംസാരിച്ചിരുന്നത്, സംവദിച്ചിരുന്നത്. പ്രമുഖന്മാരിരുന്ന് കേരളത്തിന് വേണ്ടി സംസാരിച്ച ഈ സഭയിൽ വന്നിരിക്കുന്നത് തന്നെ ഒരു അനുഭവമാണ്. ഇത് നിങ്ങൾക്ക് പിൽക്കാലത്ത് ഒരു മുതൽക്കൂട്ടായി മാറും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് കുട്ടികളിൽ ജനാധിപത്യ അവബോധം വളർത്തുക, അതുപോലെ തന്നെ നിയമസഭാ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുക, നിയമസഭയിൽ എങ്ങനെയാണ് ജനകീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അതിലൊരു തീരുമാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക്, പുതിയ കുട്ടികൾക്ക് അവബോധം വളർത്തുന്നതാണ് നമ്മളെ ഈ മാതൃകാ നിയമസഭ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ചോദ്യം നമ്പർ 101 മാസ്റ്റർ ലിയോൺ അലക്സ് ലിനോച്ച്. സംസ്ഥാനത്തിന്റെ സമഗ്ര കായിക വികസനം ലക്ഷ്യമിട്ട് വിദേശ സർക്കാരുകളുമായി സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ടോ? സംസ്ഥാനത്തിന്റെ സമഗ്ര കായിക വികസനം ലക്ഷ്യമിട്ട് വിദേശ സർക്കാരുകളുമായുള്ള വിപുലമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധി ഇല്ലാതെ പരമാവധി 25 ലക്ഷം രൂപ വരെയും നൽകുന്നു. ഇവിടെ ലഹരി ഉപഭോക്താക്കൾ മാത്രമാണ് പിടിക്കപ്പെടുന്നത്. ലഹരിയുടെ യഥാർത്ഥ സ്രോതസ് മണ്ണിട്ട് മൂടാതെ പിന്നെ എങ്ങനെയാണ് വകുപ്പും സർക്കാരും ഈ ലഹരി വ്യാപനത്തിനെതിരെ ശക്തമായി പോരാടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഈയിടെയായി കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ ഏർപ്പെടുത്തിയ പല പരിഷ്കാരങ്ങളും ഈ സർക്കാർ വെറും അപ്പം ചുടുന്ന ലാഘവത്തോടു കൂടിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുതലാളിമാർക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്തും. റോഡുകൾ, പാലങ്ങൾ, കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പൊതുമരാമത്ത് പ്രവൃത്തികളിൽ നൂതന നിർമ്മാണ രീതികൾ ഉൾപ്പെടുത്തുകയും അത് നടപ്പിലാക്കി വരികയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടാനും ലഹരിയുടെ ഉപയോഗത്തിലും വിതരണത്തിലും അവരെ പെടുത്താനും കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കാനും സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നത് വാസ്തവമാണ്. ഡിജിറ്റൽ അഡിക്ഷന്റെ കണക്കുകൾ നിരത്തിയ എന്റെ സുഹൃത്ത് അറിയേണ്ട ഒരു കാര്യം, ഇതെല്ലാം നാം പുലർത്തിയ ജാഗ്രതയുടെ തെളിവാണ് എന്നാണ്. 2023-ലാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ പ്രോഗ്രാം നമ്മുടെ സർക്കാർ ലോഞ്ച് ചെയ്തത്. രാജ്യത്ത് തന്നെ അത്തരം ഒരു പദ്ധതി ആദ്യമായിട്ടാണ്. ഇതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. പുതിയ തലമുറ സോഷ്യൽ മീഡിയ പക്വതയോടെയും വിവേകപരമായും കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് ഈ സർക്കാരിന്റെ നിലപാട്. എൻ്റെ പേര് അമാന ഫാത്തിമ. ഈ കഴിഞ്ഞ മോഡൽ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വാക്കുകളാൽ വർണ്ണിക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു അത്. ബഹുമാനപ്പെട്ട സ്പീക്കർ AN ഷംസീർ സാറുമായി സംവദിക്കാനുള്ള അവസരമുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഭിമാനവും അതിലേറെ സന്തോഷവും ഒക്കെ നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ വാക്കുകളും സംസാരിക്കുന്നത്.
പാർലമെൻറ്റ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നെടുന്തൂണാണ്. അപ്പോൾ അവിടെ സംസാരിക്കാൻ കിട്ടുക, അതും EMS പോലുള്ള മഹത് വ്യക്തികളിരുന്ന നിയമസഭയിലിരുന്ന് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ്. നമസ്കാരം, എൻ്റെ പേര് പാർവതി. ഞാൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. വളരെ അഭിമാനമുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, എനിക്കിതൊരു വലിയ പ്രചോദനമായിരുന്നു. കാരണം ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ നിയമസഭാ സാമാജികന്മാർ നമ്മുടെ ജനകീയ പ്രശ്നങ്ങൾ നേരിടുന്നതും എങ്ങനെയാണ് അതിന് പരിഹാരം കണ്ടെത്തുന്നതെന്നൊക്കെ വളരെ ഡീപ്പായിട്ട് അത് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. നമസ്കാരം, എൻ്റെ പേര് മാനവ്. ഇക്കഴിഞ്ഞ മോഡൽ നിയമസഭയുടെ മുഖ്യമന്ത്രിയായിരുന്നു. ഒരുപാടധികം മഹത് വ്യക്തികളിരുന്ന ഒരു നിയമസഭയിൽ നമുക്ക് കുറച്ച് സമയമെങ്കിലും ചെലവഴിക്കാൻ കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. മാത്രമല്ല, എങ്ങനെയാണ് ജനാധിപത്യ രീതികൾ മുന്നോട്ട് പോകുന്നതെന്നെല്ലാം നമുക്കിപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഓരോരോ വേദികളിലുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് പങ്കെടുക്കാൻ കഴിയുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുക എന്ന് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തു തന്നെയായാലും ഇതിനകത്ത് മുഖ്യമന്ത്രിയായി പങ്കെടുക്കാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, ഇങ്ങനെയൊരു വേദി ഞങ്ങൾക്കെല്ലാവർക്കുമായിട്ട് ഒരുക്കിയ ഇതിൻ്റെ സംഘാടകർക്ക് ഈ സമയത്ത് ഞാൻ നന്ദി അറിയിക്കുകയാണ്. മാതൃകാ നിയമസഭ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നതിനെക്കാട്ടിലും ഒരുപടി മണ്ടയിലായിരുന്നു. കാരണം അത്രയും നല്ല അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയത്. ഓരോരുത്തർക്കും ഓരോ റോൾ അസൈൻ ചെയ്യുന്നതും ആ റോൾ അസൈൻ ചെയ്യാനായിട്ട് അവർ സ്വീകരിക്കുന്ന ഓരോ നടപടികളും ഓരോ പരിപാടികളും കൊല്ലംകാരിയായിട്ടല്ല, ചെറിയ ചോരത്തെറിപ്പൊക്കെ ഉണ്ടാവും ഈ അടി ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഒന്ന് എന്നെ പ്രതിപക്ഷത്ത് കൊണ്ടിട്ടത്. സ്കൂളിൽ നിന്ന് കിട്ടുന്നതിലും ഒരപ്പുറം കുറച്ചുകൂടി നമുക്കിവിടുന്ന് കിട്ടിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ പേര് ബിബിന രാഘവൻ. ഞാൻ പഠിക്കുന്നത് GHS തിരുനെല്ലി ആശ്രമ സ്കൂളിലാണ്. ഇവിടെ വന്നതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവിടെ എന്താ നടക്കുന്നത്, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സാറുമാരും ടീച്ചർമാരും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു, അവർ തന്നെ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സൂപ്പറായിരുന്നു. ഈ നിയമസഭാ മന്ദിരം ആദ്യമായിട്ട് കണ്ടത് കൊണ്ട് ഒരുപാട് സന്തോഷമായി. എൻ്റെ പേര് റോഷ്മിത. ഞാൻ GHS തിരുനെല്ലി ആണ് വരുന്നത്. ഒരുപാട് ഇഷ്ടമായി. ആദ്യമായിട്ടാണ് നിയമസഭാ മന്ദിരം കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേര് ലിനറ്റ്. ഞാൻ ആശ്രമ സ്കൂളിൽ തിരുനെല്ലിയിൽ ഫിസിക്കൽ സയൻസിൻ്റെ ടീച്ചറാണ്. ഇങ്ങനെ കിട്ടുന്ന ഓരോ അവസരങ്ങളും ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഉപയോഗപ്പെടുത്താറുണ്ട്. എൻ്റെ പേര് പാർവതി. ഞാൻ ഗവൺമെൻറ് ആശ്രമ സ്കൂളിലെ സോഷ്യൽ സയൻസ് ടീച്ചറാണ്. മോഡൽ പാർലമെൻറ്റിനെ പറ്റി നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ സ്കൂളിൽ ഒരു മോക്ക് പാർലമെൻറ്റ് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും മികച്ച 2 കുട്ടികളെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം രണ്ടുപേർക്കും ഇവിടെ നിയമസഭ അവരെ കാണിക്കാൻ പറ്റിയതിലും ഇങ്ങനൊരു പാർലമെൻ്ററി എക്സ്പീരിയൻസ്, ഒരു ജനാധിപത്യ ബോധം അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്.